വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നാശം വിതച്ചു പെയ്യുന്ന കനത്ത മഴയിൽ മരണം 10 മലബാറിൽ വ്യാപക ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും. താമരശ്ശേരി കട്ടിപ്പാറയിൽ ഉരുൾപൊട്ടി 3 കുട്ടികൾ ഉൾപ്പെടെ 5 പേർ മരിച്ചു. 3 വീടുകൾ മണ്ണിനടിയിലായി. നിലമ്പൂർ ഗൂഢല്ലൂര് പാത അടച്ചു. വയനാട് ചുരത്തിലൂടെ യാത്ര ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. ഡാമുകളുടെ ഷട്ടറുകൾ തുറക്കും. ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. കൊടുങ്ങല്ലൂരിൽ മരം വീണ് ഒരാൾ മരിച്ചു. അപകട മേഖലകളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി അയർക്കുന്നം ഗവൺമെന്റ് LP സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിഞ്ഞിരുന്ന പ്രസാദ് സമീപത്തുള്ള പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു. പുലർച്ചെ 5ഓടെയാണ് കട്ടിപ്പാറ പഞ്ചായത്തിലെ കരിഞ്ചോലമലയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത്. 4 വീടുകൾ മണ്ണിനടിയിലായി. ഇതിൽ ഒരു വീട്ടിലെ കുടുംബാംഗങ്ങളെ മുഴുവനും രക്ഷിക്കാൻ സാധിച്ചു. മറ്റു 3 വീട്ടിലെ ആളുകളാണ് അപകടത്തിൽപ്പെട്ടത്. 5 പേരെ രക്ഷപ്പെടുത്തി. വണ്ടി അവിടെ വെച്ച് വീട്ടിലോട്ട് കയറി. അപ്പോൾ ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ട്. പിന്നെ ഇങ്ങനെ കൊടുങ്കാറ്റ് വരുമ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ മരങ്ങളും ഇതെല്ലാം ഒലിച്ചു വരുന്നതാണ് കാണുന്നത്. മൊത്തത്തിൽ 5 വീടാണ് പോയത്. അതിൽ 2 വീട്ടിലുള്ള കുടുംബം മൊത്തം ആരെയും കിട്ടിയിട്ടില്ല. ഒരു വീട്ടിലുള്ളത് ആളെ കിട്ടിയിട്ടുണ്ട്, 3 ആളെ കിട്ടിയിട്ടുണ്ട്, 5 ആളെ. കരിഞ്ചോലയ്ക്ക് പുറമെ പുല്ലൂരംപാറ, കക്കയം, കാരശ്ശേരി എന്നിവിടങ്ങളിലും ഉരുൾപൊട്ടൽ ഉണ്ടായി. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, TP രാമകൃഷ്ണൻ എന്നിവർ കട്ടിപ്പാറയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കരിഞ്ചോല മലയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ ആഴം കൂട്ടിയത് മലമുകളിൽ നിർമ്മിച്ച അനധികൃത ജലസംഭരണിയാണെന്ന് നാട്ടുകാർ ആരോപിച്ചു. 45 അംഗ ദുരന്ത നിവാരണ സേനയാണ് കട്ടിപ്പാറയിലെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മണ്ണിനടിയിൽ ഇനിയും ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായാണ് സംശയം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് മഴ ദുരന്തം വിതച്ച കട്ടിപ്പാറയിൽ ദ്രുതഗതിയിലുള്ള ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ഒപ്പം ദേശീയ ദുരന്ത നിവാരണ സേനയും തമിഴ്നാട് സേനയും ദുരന്തമുഖത്ത് എത്തിച്ചേർന്നതും പെട്ടെന്നായിരുന്നു. 2 മന്ത്രിമാരും കളക്ടറും നേരിട്ടെത്തിയാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. കോഴിക്കോടിനെ വീണ്ടും ദുരന്തമുഖത്തേക്ക് എത്തിച്ച് കടന്നുവന്ന മഴയും കട്ടിപ്പാറ കരിഞ്ചോലയിലെ ഉരുൾപൊട്ടലും നേരിടാൻ ജില്ലാ ഭരണകൂടവും സർക്കാരും തയ്യാറായത് ദ്രുതഗതിയിലായിരുന്നു. മഴക്കാലത്തെ നേരിടാൻ മലയോരത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയെങ്കിലും ഉരുൾപൊട്ടലുണ്ടായ സാഹചര്യത്തിൽ കൂടുതൽ സന്നാഹത്തെ വിന്യസിക്കാൻ ഉടൻ സാധിച്ചു. മന്ത്രി TP രാമകൃഷ്ണൻ, AK ശശീന്ദ്രൻ, കലക്ടർ UV ജോസ് എന്നിവർ ചേർന്ന് ദുരന്തബാധിത പ്രദേശത്ത് ഊർജിത സേവനം ലഭ്യമാക്കാനുള്ള നടപടികൾ ഉടൻ കൈക്കൊള്ളുകയായിരുന്നു. കലക്ടർ ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ദുരന്ത നിവാരണ സേനയെ രാവിലെ തന്നെ സ്ഥലത്തെത്തിച്ചു. ജില്ലയിലെ 2 മന്ത്രിമാർക്കൊപ്പം റവന്യൂ മന്ത്രിയും സ്ഥലത്തെത്തി. മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള സേവനമടക്കം ലഭ്യമാക്കി. പോലീസിനും ഫയർഫോഴ്സിനും നാട്ടുകാർക്കുമൊപ്പം 50 അംഗ ദുരന്ത നിവാരണ സേനയും കർമ്മനിരതരായി. ബുധനാഴ്ച രാത്രി ആരംഭിച്ച മഴ തുടരുന്ന സാഹചര്യത്തിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് താലൂക്ക് കേന്ദ്രങ്ങളിലെല്ലാം കൺട്രോൾ റൂമുകൾ ആരംഭിച്ചു. 5 ക്യാമ്പുകളാണ് ദുരന്തബാധിത പ്രദേശത്ത് പ്രവർത്തനം തുടങ്ങിയത്. ഉരുൾപൊട്ടൽ സാധ്യതാ പ്രദേശത്തെ അടക്കമുള്ള കുടുംബങ്ങളെ സഹവാസ ക്യാമ്പുകളിലേക്ക് മാറ്റി. ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നിർദ്ദേശപ്രകാരം ആശുപത്രികളും സുസജ്ജമായി. സഹവാസ ക്യാമ്പുകളിലും ആരോഗ്യ പ്രവർത്തകരെയും ഡോക്ടർമാരുടെ സംഘത്തെയും ക്രമീകരിച്ചു കഴിഞ്ഞു. ജില്ലയിൽ ഒന്നാകെ ജാഗ്രതാ നിർദ്ദേശം നൽകി. അവശ്യകാര്യങ്ങൾക്ക് മാത്രമേ പുറത്തിറങ്ങാവൂ എന്ന് കലക്ടർ UV ജോസ് നിർദ്ദേശിച്ചിട്ടുണ്ട്. 2 മന്ത്രിമാരുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നടത്തുന്ന ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കൊപ്പം മഴക്കെടുതിയെ നേരിടാൻ ജില്ല സുസജ്ജമായി കഴിഞ്ഞു. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ജിബേഷിനൊപ്പം PV ജോഷില. കലിതുള്ളി കാലവർഷം. കനത്ത മഴയിലും ഉരുൾപൊട്ടലിലും സംസ്ഥാനത്താകെ വ്യാപക നാശം. കോഴിക്കോട് കട്ടിപ്പാറയിലുണ്ടായ ഉരുൾപൊട്ടലിൽ 6 പേരും തൃശൂരിൽ മരം വീണ ഒരാളുമാണ് മരിച്ചത്. മണ്ണിടിച്ചിലിലും വെള്ളക്കെട്ടും കാരണം മലബാറിലെ പല പ്രദേശങ്ങളും ഒറ്റപ്പെട്ട നിലയിലുമാണ്. തകർത്തു പെയ്ത മഴയിൽ സംസ്ഥാനത്തുടനീളം കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. മലബാർ മേഖലയിൽ മഴ അക്ഷരാർത്ഥത്തിൽ ദുരന്തം വിതച്ചു. കോഴിക്കോട് കട്ടിപ്പാറ കരിഞ്ചോലയിൽ ഉരുൾപൊട്ടി 5 വീടുകൾ മണ്ണിനടിയിലായി. 10 ഏക്കർ തെങ്ങിൻതോപ്പ് മഴയിൽ കുത്തിയൊലിച്ചു. നോമ്പു തുറക്കാനായി ബന്ധുവീടുകളിലെത്തിയവരടക്കം ദുരന്തത്തിൽ മരിച്ചു. കക്കയം, മങ്കയം, പുല്ലൂരാംപാറ, ഈങ്ങാപ്പുഴ, താമരശ്ശേരി തുടങ്ങിയ മലയോര പ്രദേശങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലിലും മണ്ണിടിച്ചിലിലും വ്യാപക കൃഷിനാശമുണ്ടായി. റോഡുകളിൽ വെള്ളം കയറിയും മണ്ണിടിഞ്ഞും മലയോര മേഖല പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ്. കനത്ത മഴയിൽ മലപ്പുറം എടവണ്ണയിൽ ഉരുൾപൊട്ടി. ആളപായമില്ല. തീരദേശത്തും മലയോരത്തും റോഡുകൾ വെള്ളത്തിനടിയിലായി. ചാലിയാറും ഭാരതപ്പുഴയും കരകവിഞ്ഞു. പാലക്കാട് മംഗലം ഡാം, കടപ്പാറ മേഖലയിൽ ഉരുൾപൊട്ടി. വ്യാപകമായി കൃഷി നശിച്ചു. ശിരുവാണി, നെല്ലിയാമ്പതി, അട്ടപ്പാടി മേഖലകളിൽ മഴ തുടരുകയാണ്. കൊടുങ്ങല്ലൂർ മേത്തലയിൽ കനത്ത മഴയിൽ മരത്തിന്റെ കൊമ്പൊടിഞ്ഞു വീണ് വയലമ്പലം സ്വദേശി സുരേഷ് മരിച്ചു. ചുരങ്ങളിൽ മണ്ണിടിഞ്ഞതിനാൽ വയനാട്ടിലേക്കുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. ഉരുൾപൊട്ടൽ ഭീഷണിയിലാണ് ചുരം മേഖല. 200ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി.
കണ്ണൂരിന്റെ മലയോര മേഖലയിലും കനത്ത മഴ തുടരുകയാണ്. തലശ്ശേരി മൈസൂരു അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിഞ്ഞതിനാൽ ഗതാഗതം സ്തംഭിച്ചു. ദുരിതബാധിത മേഖലകളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് അധികൃതർ മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ കോഴിക്കോട്. സംസ്ഥാനത്ത് ജൂൺ 18 വരെ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കനത്ത മഴയും നാശനഷ്ടങ്ങളെയും തുടർന്ന് വടക്കൻ ജില്ലകൾക്ക് റെഡ് അലേർട്ടും മധ്യ കേരളത്തിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർമാർക്ക് മുൻകരുതൽ നടപടി കൈക്കൊള്ളാനുള്ള അടിയന്തര നിർദ്ദേശവും മുഖ്യമന്ത്രി നൽകി. കാലവർഷം ശക്തി പ്രാപിച്ചതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുന്നത്. ജൂൺ 18 വരെ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. വടക്കൻ കേരളത്തിലാകെ മഴ നാശനഷ്ടം വിതയ്ക്കുന്ന പശ്ചാത്തലത്തിൽ വടക്കൻ ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, പാലക്കാട് എന്നിവിടങ്ങളിലാണ് റെഡ് അലേർട്ട്. ഉരുൾപൊട്ടലും വെള്ളപ്പൊക്ക സാധ്യതയും ഈ പ്രദേശങ്ങളിൽ നിലനിൽക്കുന്നതിനാൽ ഇവിടങ്ങളിൽ ജനങ്ങൾക്ക് പ്രത്യേക അറിയിപ്പുകൾ നൽകും. ഇടുക്കി, കോട്ടയം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രദേശത്ത് ആവശ്യമായ എല്ലാ മുൻകരുതൽ പ്രവർത്തനങ്ങളും സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിയ മുഖ്യമന്ത്രി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും നിർദ്ദേശം നൽകി. ഇതുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. അവിടെ കോഴിക്കോട് കലക്ട്രേറ്റിൽ റവന്യൂ മന്ത്രിയും നമ്മുടെ തൊഴിൽ മന്ത്രിയും അതേപോലെ തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രിയും അടക്കം യോഗം ചേർന്നിരുന്നു. കലക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാധ്യമായ എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചു വരികയാണ്. ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. മന്ത്രിമാർ തന്നെ ദുരന്തബാധിത പ്രദേശങ്ങളിലെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുമുണ്ട്. താലൂക്ക് അടിസ്ഥാനത്തിലെ കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും തുറന്ന് പ്രവർത്തിപ്പിക്കുക, ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാൻ സജ്ജരാകുക, മലയോര മേഖലകളിലേക്കുള്ള യാത്ര നിയന്ത്രിക്കുന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ അതാത് ജില്ലാ കളക്ടർമാർക്കും സർക്കാർ നൽകിയിട്ടുണ്ട്. വിവിധ ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ മതിയായ സൌകര്യമൊരുക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ശബരിമലയിലേക്ക് പോകുന്നവർക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവ കൃത്യമായി പാലിച്ചു മാത്രമേ പോകാവൂ എന്നതാണ് നിർദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ആശുപത്രികളിൽ മതിയായ സൌകര്യമൊരുക്കാൻ ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യം നേരിടാനും ആശുപത്രികൾ സജ്ജമാക്കേണ്ടതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ പ്രദേശങ്ങളിൽ തുടങ്ങുന്ന ക്യാമ്പുകളിലും പ്രത്യേക മെഡിക്കൽ സംഘത്തെ അയക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയർന്നതോടെ കുട്ടനാട്ടിലെ ജനങ്ങൾ ഒറ്റപ്പെട്ടു. ഉൾപ്രദേശങ്ങളിലെ കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റിയെങ്കിലും മഴ ശക്തി പ്രാപിക്കുന്നതോടെ ഇവരുടെ ജീവിതം കൂടുതൽ പ്രതിസന്ധിയിലാകും. കാലവർഷം ശക്തി പ്രാപിച്ചതോടെ കുട്ടനാട്ടിലെ ജനജീവിതവും ദുസ്സഹമായിരിക്കുകയാണ്. 500 ഏക്കറിലധികം കൃഷി നഷ്ടപ്പെട്ടു. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ശക്തമായ ഒഴുക്കാണ് കുട്ടനാട്ടിലെ ജലനിരപ്പ് ഉയരാൻ കാരണമായത്. ഇതുമൂലം കുട്ടനാട്ടിലെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴ്ത്താൻ തോട്ടപ്പള്ളി സ്പിൽവേ വഴി കിഴക്കൻ വെള്ളം കടലിലേക്ക് ഒഴുക്കാനുള്ള ശ്രമവും തുടങ്ങി. മഴയുടെ ശക്തി കുറഞ്ഞാൽ വരും ദിവസങ്ങളിൽ കുട്ടനാട്ടിലെ ജലനിരപ്പ് താഴും. പൂർണ്ണമായും വെള്ളത്തിലായ കുടുംബങ്ങളെ ക്യാമ്പുകളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ 5000-ലധികം ആളുകളാണ് വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇവർക്കാവശ്യമായ ഭക്ഷണവും മറ്റും നൽകി ജില്ലാ ഭരണകൂടവും ഒപ്പമുണ്ട്. 4 കോടിയോളം രൂപയുടെ നാശനഷ്ടം ജില്ലയിൽ മാത്രം ഉണ്ടായതായാണ് പ്രാഥമിക വിലയിരുത്തൽ. 22 വീടുകളാണ് പൂർണ്ണമായി നഷ്ടപ്പെട്ടത്. വിവിധ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റും നൽകുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിച്ചതായി അമ്പലപ്പുഴ MLA കൂടിയായ മന്ത്രി ജി സുധാകരൻ അറിയിച്ചു. കഴിഞ്ഞ 2 ആഴ്ചയിലധികമായി പെയ്യുന്ന ശക്തമായ മഴ കുട്ടനാടൻ ജനജീവിതത്തെയും പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. റോഡ് ഗതാഗതം പോലും തടസ്സപ്പെടുത്തുന്ന നിലയാണ് കുട്ടനാട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ക്യാമറാമാൻ ഇമ്മാനുവൽ ഫ്രാൻസിസിനൊപ്പം ഷാജഹാൻ. ഇനി റംസാൻ വിശേഷങ്ങൾ. നാളെ ചെറിയ പെരുന്നാൾ. മാസപ്പിറവി കണ്ടതായി തിരുവനന്തപുരം പാളയം ഇമാമും കോഴിക്കോട് മുഖ്യ ഖാസിയും അറിയിച്ചു. ഒരു മാസത്തെ റമദാൻ വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഈദുൽ ഫിത്തർ ആഘോഷിക്കുന്ന എല്ലാ മലയാളികൾക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഹ്ലാദപൂർണ്ണമായി ഈദ് ആശംസിച്ചു. റൈസിംഗ് കാശ്മീരിന്റെ എഡിറ്റർ ഷുജാഅത്ത് ബുഖാരിയെ വെടിവെച്ചു കൊന്നു. ശ്രീനഗറിൽ ഓഫീസിന് പുറത്ത് 4 അംഗ സംഘം നിറയൊഴിക്കുകയായിരുന്നു.
ഉമ്മൻചാണ്ടിക്കെതിരായ ആരോപണങ്ങൾ അവസാനിക്കുന്നില്ല. സുധീറിന് പിന്നാലെ ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിച്ച PJ കുര്യൻ വീണ്ടും രംഗത്ത്. തനിക്ക് ഉമ്മൻചാണ്ടി ചെയ്തു തന്ന സഹായം എന്തെന്ന് വെളിപ്പെടുത്താൻ കുര്യന്റെ വെല്ലുവിളി. കുര്യന്റെ ആരോപണത്തിന് മറുപടി പറയാനില്ലെന്ന് ഉമ്മൻചാണ്ടി. പരസ്യമായി ഇനി മറുപടി പറയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തല. കോൺഗ്രസിലെ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ടു. പരസ്യ പ്രസ്താവന പാടില്ലെന്ന ഹസന്റെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് ഒന്നിനു പുറകെ ഒന്നായി മുതിർന്ന നേതാക്കൾ ഉമ്മൻചാണ്ടിയെ കടന്നാക്രമിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്കെതിരെ വിമർശന പെരുമഴയാണ് ഇന്നും ഉണ്ടായത്. പരസ്യ പ്രസ്താവന പാടില്ലെന്ന ഹസന്റെ വാക്കുകൾ കോമഡി കേൾക്കുന്ന ലാഘവത്തോടെയാണ് നേതാക്കൾ ഏറ്റുവാങ്ങിയതെന്നാണ് ഇന്നത്തെ പ്രസ്താവനാ യുദ്ധത്തോടെ വീണ്ടും ബോധ്യപ്പെടുന്നത്. ദില്ലിയിൽ വാർത്താമാധ്യമങ്ങളെ കണ്ട PJ കുര്യൻ 2 ദിവസം മുമ്പ് നിർത്തിയിടത്തുനിന്ന് വീണ്ടും തുടങ്ങി. താൻ കുര്യനെ പല കാര്യത്തിലും സഹായിച്ചിട്ടുണ്ടെന്ന ഉമ്മൻചാണ്ടിയുടെ വാക്കുകളാണ് ഇത്തവണ കുര്യനെ പ്രകോപിപ്പിച്ചത്. തനിക്ക് ഉമ്മൻചാണ്ടി ചെയ്തു തന്ന സഹായം എന്തെന്ന് വെളിപ്പെടുത്താൻ കുര്യൻ വെല്ലുവിളിച്ചു. തന്നെയും PC ചാക്കോയെയും ഒതുക്കാൻ ഉമ്മൻചാണ്ടി നിരന്തരം ശ്രമിക്കുന്നതായി കുര്യൻ തുറന്നടിച്ചു. ഉമ്മൻചാണ്ടി നയിച്ച തെരഞ്ഞെടുപ്പുകളിലൊന്നും പ്രതീക്ഷിച്ച നേട്ടമുണ്ടായിട്ടില്ലെന്നും ഉമ്മൻചാണ്ടിയേക്കാൾ ജനകീയ നേതാക്കൾ പാർട്ടിയിലുണ്ടെന്നും കുര്യൻ തീർത്തു പറഞ്ഞു. ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയേക്കാൾ ഗ്രൂപ്പാണ് വലുത്. എതിർക്കുന്നവരെ, അദ്ദേഹത്തിന് ഏസ്മോളാത്തവരെ വെട്ടിവീഴ്ത്തണം. ഈ സീറ്റ് കേരള കോൺഗ്രസിന് കൊടുത്തത് എന്നെയും ശ്രീ PC ചാക്കോയും ഉന്നം വെച്ചാണ്. എന്നാൽ കുര്യൻ ഉന്നയിച്ച ഒരാരോപണത്തിനും താൻ മറുപടി പറയുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി പീപ്പിൾ TVയോട് പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറയാനില്ല. ഇന്നലെ ഞാൻ പറഞ്ഞു. കാരണം പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് KPCC തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ ആന്ധ്രയിൽ പോയപ്പോൾ ആന്ധ്രയിലെ നേതാക്കന്മാരെ അത് ഉപദേശിച്ചിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് ഞാൻ തന്നെ ലംഘിച്ചാലോ? അതുകൊണ്ട് പരസ്യ പ്രസ്താവനയ്ക്ക് ഞാൻ തയ്യാറല്ല. അത് ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. വിഴിഞ്ഞം കരാറിൽ അവിഹിതമായി ഇടപെടൽ നടന്നിട്ടുണ്ടെന്ന സുധീറിന്റെ ആരോപണത്തോട് ജുഡീഷ്യൽ കമ്മീഷൻ അന്വേഷണം നടക്കുന്നതിനാൽ പ്രതികരിക്കുന്നില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. എത്ര ചോദ്യം ചോദിച്ചാലും പരസ്യമായി ഇനി മറുപടി പറയില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. രാജ്യസഭാ സീറ്റ് KM മാണി വിഭാഗത്തിന് നൽകിയതിന് പിന്നാലെ കോൺഗ്രസിൽ ഉരുണ്ടുകൂടിയ കാർമേഘങ്ങൾ ഉരുൾപൊട്ടലായി രൂപാന്തരം പ്രാപിച്ചിട്ടും AK ആന്റണിയും കോൺഗ്രസ് ഹൈക്കമാൻഡും നിസ്സംഗഭാവത്തിലിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും കോൺഗ്രസിനെ കാലവർഷക്കെടുതി വിഴുങ്ങുമെന്നാണ് സൂചന. S. ജീവൻകുമാർ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. സംസ്ഥാന എയ്ഡ്സ് നിയന്ത്രണ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലോക രക്തദാത ദിനാചരണവും സിറ്റിസൺ ഇന്ത്യ ഫൗണ്ടേഷന്റെ ബ്ലഡ് മൊബൈൽ ആംബുലൻസ് ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഗവൺമെന്റ് ലോ കോളേജിൽ നടന്ന പരിപാടിയിൽ ആരോഗ്യവകുപ്പ് മന്ത്രി KK ശൈലജ അധ്യക്ഷത വഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് ഏറ്റവും അധികം തവണ രക്തദാനം ചെയ്തവരെ ആദരിച്ചു. പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി TK നായർ പരിപാടിയിൽ പങ്കെടുത്തു. സന്നദ്ധ രക്തദാനത്തിന് കൂടുതൽ പേർ മുന്നോട്ട് വരണമെന്നും അങ്ങേയറ്റം മഹത്വപൂർണ്ണമായ പ്രവൃത്തിയാണിതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.